ബിഹൈൻഡ് ദ സിനിമയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല തരത്തിലുള്ള സെഗ്മെന്റുകൾ ഞങ്ങളുടെ ചാനലിൽ കൂടെ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്നാണ് ബിഹൈൻഡ് ദ സിനിമ. ഇതിനെ സംബന്ധിച്ച് കുറച്ച് വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോസും ചെക്ക് ചെയ്ത് എല്ലാവർക്കും കാണാവുന്നതാണ്. ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് ലാലേട്ടൻ്റെ അല്ലാതെ മെയിൻ സ്ട്രീം ആക്ടേഴ്സിൻ്റെ റിലീസ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കുറച്ച് സിനിമകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ മമ്മൂക്കയുടെ സിനിമകൾ റിലീസ് പലതും ചെയ്തു. പക്ഷെ റിലീസ് ചെയ്യപ്പെടേണ്ട കുറച്ച് സിനിമകളുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഒന്നാമതായിട്ട് തോന്നുന്നത് രാജമാണിക്യം തന്നെയാണ്. അതിലൊരു സംശയമില്ല. രാജമാണിക്യം അൻവർ റഷീദിന്റെ ആദ്യത്തെ സിനിമയാണ്. അത് ആ സിനിമ ടി.എ. ഷാഹിദാണ് സിനിമ എഴുതിയിരിക്കുന്നത്. മമ്മൂട്ടി അതുവരെ പരീക്ഷിക്കാത്ത ഒരു സ്ലാങ്, അത് അതിന്റെ ഡയലോഗ്സ് കുറെയൊക്കെ എഴുതിയിരിക്കുന്ന സുരാജ് വെഞ്ഞാറുമുണ്ടാണ്. അതെ. ആ സിനിമയുടെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ആ സിനിമ ഇറങ്ങി അത് മമ്മൂക്കയുടെ കരിയറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ്, അതായത് ഒരു ഹൈയസ്റ്റ് ക്ലോസിംഗ് ഫിലിം ഓഫ് ദി ഇയർ എന്നുള്ള ലെവലിൽ ഒരു ബ്ലോക്ക് ബസ്റ്ററിന്റെ മേലെ, ഒരു ആൾ ടൈം ബ്ലോക്ക് ബസ്റ്ററിന്റെ മേലെ പോയ തരത്തിലുള്ള ആ സിനിമ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയണമെങ്കിൽ നമ്മൾ പ്രേമത്തെ ആ കോളേജ് വർഷം കണ്ടത്. കാരണം രാജമാണിക്ക് റിലീസായ വർഷം എന്നാണ് എഴുതി കാണിക്കുന്നത്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ആ സിനിമ എന്നുള്ളത്. കമേഴ്ഷ്യൽ മെറ്റീരിയൽ അല്ല, ആ സിനിമയിലെ സഹനടന്മാര്, കോമഡി ക്യാരക്ടേഴ്സ്, വില്ലന്റെ കാര്യം പറയുമ്പോൾ രഞ്ജിത്ത് ആ വർഷത്തിൽ ചെയ്തിരിക്കുന്ന രാജമാണിക്യത്തെ വില്ലൻ, ചന്ദ്രോത്സവത്തെ വില്ലൻ, പിന്നെ ലോകനാഥൻ AS വില്ലൻ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രോത്സവത്തെ വില്ലനൊക്കെ ഇപ്പൊ വേറെ ടൈപ്പ് ഫോളോവേഴ്സ് ഉണ്ട്. രാജമാണിക്യം പിന്നെ ഒരു പാട്ടോട് കൂടിയിട്ടുള്ള ഒരു കമേഴ്ഷ്യലി ഒരു ഫുൾ ഫ്ലെഡ്ജ് പാക്ഡ് അതിൽ അഭിനയിച്ച കിൻഡൽ വർക്കിച്ച സലീം കുമാർ, പിന്നെ മനോജ് കെ ജയൻ, സായ് കുമാർ, സുരേഷ് കൃഷ്ണ. ഭയങ്കരമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇമോഷൻ കണക്ട് ചെയ്യുന്ന അമ്മ മകൻ ഭീകരമാണ് സത്യത്തിൽ. അത് മ്യൂസിക് അലക്സ് പോളിന്റെ മ്യൂസിക്, അലക്സ് പോളിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് വർക്ക് എന്ന് തന്നെ പറയാം നമുക്ക്. ആ സിനിമ കോമഡി, ആക്ഷൻ, സെന്റിമെന്റ്സ് തുടങ്ങിയ എല്ലാം കമ്പനി. അതായത് തിയേറ്ററിൽ ആൾക്കാർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തരാൻ പറ്റിയ, അതായത് റീ റിലീസ് വരികയാണെന്ന് ഭയങ്കര, അതായത് ഫുള്ളായിട്ട് നമുക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ. അടുത്തത് ഏതാ? അതിപ്പോ ചോട്ടാമ്പി വന്നു. ചോട്ടാമ്പിയോടൊപ്പം തന്നെ ഇറങ്ങിയ ഒരു സിനിമയാണ് ബിഗ് ബി. ആ സമയത്ത്, അതായത് മലയാളത്തില് ഒരു പുതിയ സിനിമ മാറ്റത്തിന് തുടക്കം കുറിച്ചൊരു സിനിമ എന്നുള്ള നിലയിൽ അന്ന് വരെ നമ്മൾ കണ്ട് പരിചയിച്ച് ശീലമില്ലാത്ത ഫ്രെയിംസ്, അതായത് അമൽ നീരദിന്റെ ആദ്യത്തെ വർക്ക്. ഉണ്ണിയാറാണ് അതിന്റെ സംഭാഷണം എഴുതിയിരിക്കുന്നത്. റിട്ടൺ ബൈ അമൽ നീരദ് തന്നെ. ഫോർ ബ്രദേഴ്സിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ഉണ്ടായൊരു സിനിമ. ആ സിനിമയുടെ അന്ന് ഇറങ്ങിയ സമയത്ത് സ്റ്റോൺ ഫേസ് ആക്ടിംഗ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കളിയായിരുന്നു. പക്ഷെ ആ ക്യാരക്ടറിന് ഇപ്പോഴുള്ള ഒരു ഫോളോയിങ്, ബിലാൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴും ഒരു സാധനം വരുമോ എന്ന് ആഗ്രഹിക്കാനുള്ള കാരണം ആ സിനിമയില് ഇപ്പൊ വിനായകനാവട്ടെ, മനോജ് കെ ജയനാവട്ടെ, ബാലയാവട്ടെ, ഇപ്പൊ സുമിത്ത്, മമ്മൂട്ടി അനിയനായിട്ട് അഭിനയിച്ച് അവര്, മമത മോഹൻദാസ്, പിന്നെ ആ സിനിമയില് വില്ലൻ ഷർബീർ ഹെയറാമിലൊക്കെ വില്ലനായിരുന്ന ആളാണ്. പിന്നെ അമൽ നീരദിനെ വർക്ക് ചെയ്ത രാംഗോപാൽ വർമ്മയുടെ ജെയിംസിൽ വില്ലനായിരുന്നു. അപ്പൊ അതിന് ക്യാമറമാൻ അമൽ നീരദായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നേരെ കൊടുന്നതായിരിക്കും ആള്. അതെ, ആ സിനിമയിലെ ഒരു കോമഡി ആ സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ 2-3 ടെക്നീഷ്യൻസ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗോപി സുന്ദർ. ആ മ്യൂസിക്, അത് ബിലാലിനി വരികയാണെന്നുണ്ടെങ്കിൽ ആ തീം, ആ സാധനം വേണം എന്നുള്ളൊരു, അത് എന്തൊരു മിക്സ്. മമ്മൂട്ടിയുടെ ഇൻട്രോയില് കാണിക്കുന്ന ആ കാല് വന്ന മഴയത്ത് വെക്കുന്ന സീനിൽ സൂഫി മിക്സ് ഒക്കെ ചെയ്തിട്ട് പാടിയിരിക്കുന്ന ഒരു സാധനം ഉണ്ട്. അതേമാതിരി തന്നെ സമീർ താഹിറിന്റെ ആദ്യത്തെ പടമാണ് ക്യാമറമാൻ എന്നുള്ള നിലയിൽ. അപ്പോ അത് നമുക്ക് കാണാം. പിന്നെ അതേമാതിരി തന്നെ അനലർസിന്റെ ഫൈറ്റ്സ്, സിനിമയിലെ ഫൈറ്റ്സ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ്. പിന്നെ അതിൽ നമ്മളെ പശുപതി ഉണ്ട് കേട്ടോ, ഒരു പോലീസ് ക്യാരക്ടറായിട്ട് നമുക്ക് നല്ല ഇമ്പോർട്ടൻസ്. വിജയരാഘവന്റെ ക്യാരക്ടർ, ഡയലോഗ്സ് സിനിമയത്ത് ഭയങ്കരമായിരുന്നു. അതും ഇന്ന് വന്നു കഴിഞ്ഞാൽ ഒരു കമേഴ്ഷ്യൽ ഫിലിം എന്നുള്ള ലെവലിലും ക്ലാപ്പ് മൊമെന്റ് ഒരുപാടുള്ള ഒരു സിനിമ തന്നെയാണ് അത്. അല്ല, ഇന്നത്തെ ഓഡിയൻസ് അന്ന് ആൾക്കാർ കണ്ടതിനേക്കാൾ കൂടുതൽ അന്നൊരു ക്ലാഷ് റിലീസും ഓപ്പോസിറ്റ് ഒരു ഫാമിലി പടം, പിന്നെ ഇതൊരു പുതിയ തരത്തിലുള്ള ഒരു സിനിമ, ഒരു എക്സ്പെരിമെന്റ് സിനിമ തന്നെയാണ് സത്യത്തില്.
അടുത്തത് നമുക്ക് നമ്മുടെ ദിലീപിന്റെ സിനിമകളെ പറ്റിയാണ് പറയാനുള്ളത്. പുള്ളിയുടെ പടങ്ങളെ പറ്റി ആയിട്ടുള്ള സിനിമകൾ ഇരിക്കുന്ന ഒരു നടൻ മോഹൻലാൽ കഴിഞ്ഞു ദിലീപ് തന്നെ ആയിരിക്കും. നമ്മള് അതിന് പറഞ്ഞ പോലെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പറയുമ്പോ ഏത് ദിലീപിന്റെ സിനിമ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഏത് കാണണം എന്നുള്ളത്, നമ്മൾ കാണാത്ത സിനിമകളും നമ്മൾ എങ്ങനെ സെർച്ച് ചെയ്ത് പോകും. അത് ഒരേ ടൈമിൽ കോമഡി, ആ കോമഡിയിൽ കൂടെ സെന്റിമെന്റ്സ് അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു നടനാണ്. അത് അദ്ദേഹത്തിന്റെ നടന വൈഭവത്തിൽ നമുക്ക് ഒരു തർക്കമില്ല, അത്രയും ഗംഭീര ആക്ടറാണ്. അപ്പൊ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് മറ്റേ ഹരിശ്രേഷകം പറയുന്ന പോലെ മോയിനി സാസാന്ന് പറയാം. നമുക്ക് ആഗ്രഹമുള്ളത് CID മൂസ അതിന്റെ ടാഗ് ലൈൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കോമഡി ഫെസ്റ്റിവലിനായിരുന്നു. ആണ് സംഗതിയാണ്. ഇപ്പൊ മലയാള മനോരമയിലൊക്കെ പരസ്യം വന്നിട്ടുണ്ടായിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ ചിരിക്കാതെ തിയേറ്ററിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ തരുന്നുള്ള തരത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ സിനിമയില് നമ്മള് ഇപ്പൊ ഇല്ലാത്തപ്പോ നമ്മള് കൊച്ചിൻ ഹനീഫ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്, ആക്റ്റീവ് അല്ലാതിരിക്കുന്ന ജഗദീഷ് ശ്രീകുമാറിന്റെ ഗംഭീരായിട്ടൊരു ക്യാരക്ടർ. പിന്നെ സെക്കൻഡ് പാർട്ടിനെ പറ്റി പറഞ്ഞപ്പോൾ നമുക്ക് അതൊരു ഇപ്പൊ ഹരിശ്രേഷകം മാത്രം ഇപ്പൊ ആക്റ്റീവായിട്ട് ഇപ്പൊ നിക്കണതിന്റെ കാര്യം പറയാം. പിന്നെ ഇപ്പൊ ക്യാപ്റ്റൻ രാജു പോലും ഇല്ല. അപ്പൊ ആ സിനിമ വന്നു കഴിഞ്ഞാൽ പഴയ ഒരുപാട് മൊമെന്റ്സ് ഓർത്തെടുത്തിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് പറയുന്നത് ആശിഷ് വിദ്യാർത്ഥിയാണ്. കാരണം പുള്ളിയൊന്നും ഇല്ലാണ്ട് CID മൂസ നടക്കാവില്ല. അതേമാതിരി തന്നെ ശരത് സക്സേന ആശിഷ് വിദ്യാർത്ഥി അതിൽ ഗംഭീരാണ്. ഗംഭീരെന്ന് എന്റെ അമ്മമ്മക്കും സാറിന്റെ പേര് അതെ CID മൂള. ആ മൂള സലീംകുമാർ ഉണ്ട് പടത്തിൽ. അതെ, ഓഫ് കുമാറിന് കുറെ ഡയലോഗ്സ് ഇല്ലല്ലോ, പക്ഷെ അയാള് പറഞ്ഞ ഒരു സാധനമൊക്കെ ഇപ്പോഴും പഞ്ചാണ്. അടുത്ത പുള്ളി അതിന്റെ എന്താ പറയാ റൈറ്റിംഗിന്റെ കാര്യത്തിലൊക്കെ ഒന്ന് ഹെൽപ്പിങ്ങിന് ഇരുന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജോണി ആന്റന്റെ ഫസ്റ്റ് ഫിലിം അല്ല അത്, അതും എടുത്തു പറഞ്ഞ കാര്യം. ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് തന്നെയാണല്ലോ. അതെ അതെ, ദിലീപിന്റെ തന്നെയാണ്. ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളി ആലോചനയിലുണ്ട് പറഞ്ഞിരുന്നത്. സ്കോട്ട്ലാൻഡ് യാർഡിൽ പോയ CID മൂസ എന്താ ചെയ്യുന്നത് അത് മാത്രമല്ല, ഒരു എന്താ പറയുക ചിന്തയാണ്, ഒരു പക്ഷെ റിലീസ് ചെയ്ത് ഏറ്റവും കളക്ട് ചെയ്യാൻ സാധ്യതയുള്ള മലയാള സിനിമ ഒരു പക്ഷെ CID മൂസ ആയിരിക്കും. ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സൂര്യ ടിവിയുടെ കയ്യിലുള്ള ഒരു തുറപ്പ്. ഇവിടെ ഏത് പുതിയ സിനിമകളോ ഏത് ചാനലുകളും കൊടുത്തിട്ട് അവിടെ CID മൂസ ഇട്ടാൽ മതി. ഏഷ്യാനെറ്റ് മൂവീസുകാർക്ക് പുലിവൽ അതുമാതിരിയാണ് സൂര്യ ടിവിക്കാർക്ക് CID മൂസ. അപ്പൊ അടുത്ത ഏതാ? അടുത്ത സിനിമ റൺവേ ആണ്. അതൊരു പ്രോപ്പർ കമേഴ്ഷ്യൽ മാസ് മസാല എന്റർടൈനർ ആണ്. അതൊരു കോമഡി ഫിലിം. ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി സെന്റിമെന്റ്സ്, ഫാമിലി ഡ്രാമ എന്നുള്ളത് തരത്തിൽ. ദിലീപിന് ഒരു ആക്ഷൻ തരത്തിൽ കൂടി ജോഷിയുടെ സിനിമ മമ്മൂട്ടിക്ക് വേണ്ടി എഴുതി. അതെ അതെ, അത് അതിന്റെ സ്ക്രിപ്റ്റ് സിബി തോമസ് തന്നെയാണ് അതിന്റെ. അപ്പൊ അവര് ആ ടൈമില്, അതായത് ആ ടൈമിൽ സംശയം ഉണ്ടായിരുന്നു, ഇവര് കോമഡി സ്ക്രിപ്റ്റുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പൊ വാളയാർ പരമശിവൻ എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് തന്നെ ആലോചിക്കുന്ന തരത്തിൽ സംഗതി അതിൽ വന്നു. ഭയങ്കര ഡെപ്ത് ഉള്ള ക്യാരക്ടർ ദിലീപ്. അത് ഒരേ സമയം ഉണ്ണിയായിട്ടും വാളയാർ പരമശിവായിട്ടും പുള്ളി ചെയ്ത് തന്നെ ഭീകരമായിരുന്നു. പല സീനുകളിലും അത് പറയുന്നുണ്ട്. അയാള് അങ്ങനെ ഒരു അതിമാനുഷ ക്യാരക്ടർ എന്നാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള നോർമൽ ക്യാരക്ടറാണ്. പക്ഷെ പുള്ളി അയാളുടെ സിറ്റുവേഷൻ കൊണ്ട് ചെയ്തു പോകുന്നതല്ല, ഭയങ്കര ബുദ്ധിമാനായിട്ടുള്ള പല സ്പിരിറ്റ് കടത്തലിനൊക്കെ നമ്മൾ പല ടെക്നിക്സും കാണിക്കുന്നതിന്റെ അയാള് റീ എൻട്രി ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അതിലയാള് ആ വെള്ളം കൊണ്ടുവരുന്ന സീൻ. അത് കഴിഞ്ഞിട്ട് ഒരു സീനുണ്ട്, അയാള് ആ 3 ലോറികളുടെ ഫ്രണ്ടിൽ കയറി ജിപ്സി വരുന്നത്. ജിപ്സി മൊമെന്റ് ഇപ്പോഴും പറഞ്ഞ ജോഷിയുടെ സിനിമകളിലൊക്കെ സിഗ്നേച്ചർ ഷോട്ട് ദൂരെന്ന് ആ റോഡ് ഇങ്ങനെ ഹീറ്റ് ആയിട്ട് ഒരു വണ്ടി ഇങ്ങനെ കയറി വരുന്ന സംഗതി അതിലുള്ള അതില് ജിപ്സി ഷോട്ട് ഭയങ്കര സംഗതി. അതാ പറയില്ലേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പിന്നിലാണ് വരുന്നത്, മുമ്പിലുള്ള എസ്കോട്ട് വരുന്നത്. അത് കുറെ ഡയലോഗ്സ് ആ കൊച്ചുമോളുടെ പേരിലിട്ടിരിക്കുന്ന ചഞ്ചൽ സാധനം നമ്മൾക്ക് രാത്രിയുടെ യാത്ര ആ ഡയലോഗ്സ് കുറെ ഉണ്ട് അതിലിപ്പോ. അതില് തമാശയായിട്ട് പറഞ്ഞോണ്ടിരിക്കുമ്പോ ദിലീപ് പറയുന്ന ചില സംഗതികള്
ചോദിക്കില്ല വർക്കിച്ചൻ എന്തിനാ എന്റെ റൺവേ കയറി കളിച്ച് അതല്ല ഞാൻ കയറ്റി കളിച്ചു പഞ്ചാണ് ശരിക്കും പക്ഷെ അത് ഫണ്ണായിട്ട് പുള്ളി പറയുന്നത്. അത് ആ സിനിമ റിയാസ് ഖാൻ ദിലീപ് ഭയങ്കര രസമായിരുന്നു. അതാണ് ഇപ്പൊ രണ്ടാമതായിട്ട്. അടുത്തത് നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് വെട്ടം. വെട്ടം സിനിമ ഒരു ക്ലാഷ് റിലീസായിട്ട് അടുത്തടുത്ത മാസങ്ങളിൽ വന്ന ഒരു ക്ലാഷ് റിലീസായിട്ട് വന്ന സിനിമയാണ്. ഇപ്പൊ നമ്മളത് കാണുമ്പോൾ ഒരു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം വരെ നമ്മളെ മുഴുവനായിട്ട് എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ളത്. അതായത് ഹാസ്യത്തിന്റെ എല്ലാ തമ്പുരാക്കന്മാരും ഒന്നിച്ച ഒരു സിനിമ. അതായത് ഇന്നസെന്റ്, ജഗദീഷ് ശ്രീകുമാർ, മാമുക്കോയ, കലാഭവൻ മണി, ജഗദീഷ് അത് ഇത്ര റിപ്പീറ്റ് വാല്യൂ ഉള്ള, അതായത് നമ്മള് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അതിലത്തെ ഒരു ക്ലിപ്പ് കണ്ട ആ ക്ലിപ്പ് ആയിട്ടിരുന്ന് കാണുന്ന തരത്തിലേക്കുള്ള. നമ്മള് ചുമ്മാ വെറുതെ അസംബ്ലി വിരിച്ചു വിട്ട് നമ്മള് ചുമ്മാ പറയില്ല, അത് ഓരോ സീൻ അത്രക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. താൻ എന്ത് ചെയ്യുന്ന ഞാൻ തന്നെ കുഴി വെച്ച് താഴെ സാധനമുണ്ടല്ലോ മറ്റേ ആരോടാ അതിനകത്ത് ഞാൻ ടോമഞ്ചർ ഞാൻ സാധനങ്ങൾ നമ്മളിപ്പോ ഈ ബോഡി ഷേമിങ് അങ്ങനെ അതിനകത്ത് അതേപോലെ സാധനങ്ങളുണ്ട്. ഇപ്പൊ മറ്റേ പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൽ നിന്ന് മാറി ആൾക്കാർ സിനിമ അത് എൻജോയ് ചെയ്തിട്ട് പുറത്തു വരുന്ന തരത്തിലുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. കാരണം ആ സിനിമ ക്ലൈമാക്സ് ഉൾപ്പെടെ ഒരു 15 മിനിറ്റ് നമുക്ക് നിർത്തിച്ചിരിക്കാനുള്ള സാധനമുണ്ട്. അതെ, അതായത് ക്ലൈമാക്സില് ആ സിനിമയത്ത് ഓൾമോസ്റ്റ് എല്ലാരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 15 മിനിറ്റോളം നമ്മള് ഫുൾ ഫണ്ണായിട്ടുള്ള ക്ലൈമാക്സ്. സ്കൂൾ വിട്ടമാതിരി ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞ കലാഭവൻ ഞാൻ പറയുന്ന സംഗതി തന്നെയാണ്. എല്ലാ താരങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഇപ്പൊ വിപിൻ ദാസ് ഒക്കെ ഈ ശ്രമിച്ചത് ആ സാധനം. പ്രിയദർശൻ അതിന്റെ മാസ്റ്ററാണ്. അതേമാതിരി തന്നെ ഇത് ഹിന്ദി ഒരു വേർഷൻ ഒരു അജയ് ദേവ്ഗണ്ട് ഫിലിം ഉണ്ട് വേറെ ആയിട്ട്. അപ്പൊ അതൊക്കെ തീം വൈസ് മാത്രം. പക്ഷെ ഇത് നമ്മൾ മലയാളത്തിൽ വെട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്മള് റിപ്പീറ്റ് ചെയ്ത് കാണുന്ന സിനിമകളാണ്. ഇത് വെട്ടത്തിന്റെ വർക്ക് നടക്കുന്നുണ്ടെന്ന് കേട്ടത്. കഴിഞ്ഞ വർഷം കേട്ട വാർത്തയായിരുന്നു. ദിലീപിന്റെ ആദ്യത്തെ റീ റിലീസ് അതെന്തായാലും അടിപൊളി സിനിമ തന്നെ ആയിരിക്കട്ടെ. ഇതിപ്പോ ആക്ച്വലി സംഭവം വെച്ച് കഴിഞ്ഞാല് ദിലീപിന്റെ കാര്യം പറയുമ്പോൾ ദിലീപ് അഭിനയിച്ച ഒരു 25% സിനിമകളെങ്കിലും നമ്മൾ റിപ്പീറ്റ് വാച്ചുള്ള സിനിമകളായിരിക്കും. എല്ലാരും വീണ്ടും തിയേറ്ററിൽ വരണം ആഗ്രഹിക്കുന്ന സിനിമകളായിരിക്കും. അല്ല, നമ്മൾ അതിൽ നിന്ന് ഒരു 3 സെലക്ട് ചെയ്ത് പറഞ്ഞു നോക്കും. അതായത് പഞ്ചാബി ഹൗസ് മുതൽ കുബേരൻ വരെയുള്ള സിനിമകൾ ഏതും ഇപ്പൊ കമന്റിൽ ചോദിക്കട്ടെ എന്തുകൊണ്ട് പഞ്ചാബി ഹൗസ് പറഞ്ഞില്ല, അപ്പൊ നമ്മള് ഇത് സെലക്ട് ചെയ്തിട്ട് പുള്ളിയുടെ 2010 വരെയുള്ള സിനിമകൾ നമ്മൾ ചോദിക്കട്ടോ എന്തുകൊണ്ട്. എന്തായാലും നമുക്ക് ബിക്കോസ് ദിലീപിനെ വരൊക്കെ നമുക്കൊരു പാർട്ട് 10 വരെ ചെയ്യേണ്ടി വരും. എന്തായാലും വരട്ടെ എന്തായാലും സിനിമകൾ.